ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു മട്ടൻ്റെ റെസിപ്പിയാണ്. ഒരൊറ്റ റെസിപ്പി കൊണ്ട് തന്നെ ഒരു 3 ഡിഷ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. മട്ടൻ പെരളൻ എന്ന് പറയില്ലേ, മസാലയൊക്കെ കുഴഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ. പിന്നെ മട്ടൻ ഡ്രൈ റോസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് കുറേ ദിവസത്തേക്ക് വെച്ചേക്കാം, നമുക്ക് കേടാവില്ല. പിന്നെ മട്ടൻ കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ 1/2 കിലോ മട്ടൻ കൊണ്ടാണ് ഞാൻ ഈ 3 രീതിയിലും ഇതുണ്ടാക്കി കാണിക്കുന്നത്. മട്ടൻ നന്നായിട്ട് കഴുകിയെടുക്കണേ. വിനാഗിരി നാരങ്ങാനീരും ഒക്കെ ഇട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്, ഇല്ലെങ്കിൽ ഇതിനൊരു മണമുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് ഒരു 3 സവോളയാണ്, നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി ചെറുതായ കാരണം ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്, അതും നീളത്തിൽ അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ഇനി വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പം വെളുത്തുള്ളി 1 കുടം വെളുത്തുള്ളി ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു വലിയ കഷ്ണം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് വേണമെന്നില്ല, മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിടാം കേട്ടോ. പ്രത്യേകം വഴറ്റേണ്ട കാര്യമില്ല. എല്ലാം കുക്കറിനകത്തിട്ട് തന്നെയാണ് ഞാൻ വെക്കുന്നത്, പെട്ടെന്ന് വയ്ക്കാൻ പറ്റും ഇത്. ഇനി സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. സവോള ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം തക്കാളിയും കൂടെ ഇടാവേ. ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് കുക്കറിനകത്ത്, ചെറിയ കുക്കറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതൊരു 1/2 കിലോ മട്ടനുള്ള കണക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം മട്ടൺ കൂടുതൽ ഉണ്ടാക്കുന്നവർ ആ രീതിയിൽ സവോളയും തക്കാളിയൊക്കെ എടുത്തോണം. നിങ്ങളെടുക്കുന്ന കുക്കർ വലുതാണെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ മതിയേ. എല്ലാ സാധനങ്ങളും അരിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം കുക്കിംഗ് തുടങ്ങിയാൽ മതി. എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചിട്ട് വെക്കുന്ന കാരണം ഉണ്ടല്ലോ, ഉണ്ടാക്കാനായിട്ട് നല്ല ഈസിയാണ് കേട്ടോ. വലിയ പണിയൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്, പെട്ടെന്ന് റെഡിയാവും. ഇപ്പോൾ സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുക്കറിനകത്ത് സ്പേസായി. ഇനിയിപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാവേ. തക്കാളി സവോള എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കഴുകി വെച്ച മട്ടൺ ഇട്ട് കൊടുക്കാം. ആ കഴുകി വാരി വെച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ആ വെള്ളം മാത്രമേ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുള്ളൂ, അല്ലാതെ സെപ്പറേറ്റ് വെള്ളം ചേർക്കില്ല. കാരണം സെപ്പറേറ്റ് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളമാകും, ഒരുപാട് സമയം എടുക്കും. അതുമല്ല, നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന സവോളയും തക്കാളിയും ഒക്കെ വെള്ളമുള്ളതാണ്. അതുപോലെ ഈ മട്ടൻ്റെ കുറച്ച് വെള്ളം കൂടി ഇറങ്ങും, അപ്പം ആവശ്യത്തിന് വെള്ളമാകും ഇതിനകത്ത്. ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി ഏകദേശം 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇടുന്നത്, 1.5 ടീസ്പൂണോളം ഇടാം. പിന്നെ കുരുമുളക് പൊടിയാണ് എരിവിന് ഇട്ട് കൊടുക്കുന്നത്. അതും എരിവിനനുസരിച്ചിടും. ഓരോരുത്തരുടെയും കയ്യിൽ കുരുമുളക് പൊടി എരിവ് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ എൻ്റേത് നല്ല എരിവുള്ള പൊടിയായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ആദ്യം പൊടികളെല്ലാം കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം പിന്നീട് വേണമെങ്കിൽ ചേർക്കാം. അതുമല്ല, നമ്മളിതിനകത്ത് മീറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം എരിവ് ആദ്യമേ തന്നെ കൂടുതൽ വേണ്ട. ഏതെങ്കിലും മസാലയുടെ ടേസ്റ്റ് കുറവുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വരട്ടിയെടുക്കുന്ന സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമേ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. കാരണം നമ്മൾ ആദ്യമേ വെള്ളം ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് വെള്ളം ഇറങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇത് ചൂടായി വന്നാലേ വെള്ളം ഇറങ്ങുള്ളൂ, ഇല്ല പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. മട്ടൺ ആയതുകൊണ്ട് ഇത് വേകാനായിട്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഞാൻ വിസിലടുപ്പിക്കാറില്ല, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് കൂടുതൽ സമയം വെച്ചിരിക്കും. ഏകദേശം ഒരു 20-25 മിനിറ്റ് വരെ ഞാൻ ഇതിങ്ങനെ വെച്ചിരിക്കും. എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കും. അതുമല്ല, ചെറിയ ചൂടിലിരുന്ന് വേകുന്നതാണ് നല്ലത്, നന്നായിട്ട് വെന്ത് കിട്ടും. പെട്ടെന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വിസിലടുപ്പിച്ച് അങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മട്ടൺ വെന്തില്ലെന്നിരിക്കും. അപ്പോൾ ഞാൻ ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് നന്നായിട്ട് തണുത്തിരിക്കുക. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, കാരണം അതിൻ്റെ ആ ബോണൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വെള്ളം ഇതിനകത്ത് ഒട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ടും ഇത് അടിക്ക് പിടിച്ചിട്ടില്ല. വെള്ളം ഇപ്പോഴും നല്ലപോലെ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പം നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ കുക്കർ നിറഞ്ഞിരുന്നേനെ. അപ്പോൾ എപ്പോഴും ഇതിനകത്ത് വെള്ളം ഒഴിക്കാതെ തന്നെ വേണം, ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് വെള്ളം കുറവായതുകൊണ്ട് ഇനി നമുക്ക് വരട്ടിയെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവുമേ. അപ്പം ഞാനിത് ഈ കുക്കറിൽ നിന്ന് മാറ്റുന്നുണ്ട്. നല്ല അടി കട്ടിയുള്ള ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യ് ഒഴിക്കണം എന്നില്ല, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചാലും മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാവേ. കറിവേപ്പില കൂടുതൽ ചേർത്തു. കറിവേപ്പില ഇട്ട് വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറിവേപ്പില നല്ല ക്രിസ്പി ആയി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. ഇനി ഈ മട്ടൺ ഇതിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. വെള്ളം കുറവായതുകൊണ്ട് വേഗം തന്നെയാവുമേ. ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കാനായിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലാക്കി ഇട്ടിട്ട് നമുക്ക് മാറിപ്പോകാവേ. വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതിന് ഇടയ്ക്ക് വന്നൊന്ന് ഇളക്കി ഇട്ടാൽ മതി. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ പോണ മസാല മീറ്റ് ഉലർത്ത് മസാലയാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഇതില്ല എങ്കിൽ ഒന്നെങ്കിൽ ഗരം മസാല ചേർത്താൽ മതി, അല്ല മട്ടൺ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഇതാണ് ഞാൻ ചേർക്കുന്നത്. ഈ ഒരു മസാലയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. ഇവിടെ ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മസാല ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം.
പണ്ടൊക്കെ വീടുകളിൽ ഈ മട്ടൺ ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഓട്ടുരുളിക്കകത്ത് 3-4 ദിവസമൊക്കെ എടുത്തിട്ട് അടുപ്പിൽ തീ കത്തിച്ചിട്ടൊക്കെ ആയിരുന്നു ഉണ്ടാക്കുന്നത്. കാരണം ഒരുപാട് അളവിലുണ്ടാക്കുമല്ലോ, ഇതുപോലെ 1/2 കിലോ ഒന്നും അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം ഇരിക്കുകയും ചെയ്യും. ചോറിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡായിട്ട് എന്തെങ്കിലും മീറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഡിഷ് എന്നുള്ള രീതിയിൽ കഴിച്ചിരുന്നതാണ് ഇത്. കൂടുതലും പുറത്തേക്കൊക്കെ പോണവർക്കും പിന്നെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു വിടാറുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അത് കുറേ ദിവസം കേടാവാതിരിക്കും. ഇത് നല്ലപോലെ ഡ്രൈ ആക്കി കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ കുറേ ദിവസം പുറത്തും വെച്ചേക്കാൻ പറ്റും. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോണവർക്കാണെങ്കിൽ ഇത് പുറത്ത് തന്നെ ഇരിക്കും, കേടാവില്ല. ഇപ്പം ചൂടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ അത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റും. ഇടിയിറച്ചിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും ഇതിരിക്കുന്നത് കാണാൻ. അതിൻ്റെ ആ ടെക്സ്ചറൊക്കെ അതുപോലെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇടിയിറച്ചി ഉണ്ടാക്കുന്ന ഈ രീതിയിലല്ല, മട്ടൺ വെച്ചിട്ടും അല്ല ഇടിയിറച്ചി ഉണ്ടാക്കുന്നത്. അപ്പം ഏകദേശം കണ്ടു കഴിഞ്ഞാൽ അതുപോലെയൊക്കെ തന്നെ ഇരിക്കും. മട്ടൺ കറിയായിട്ട് കൂട്ടേണ്ടവർക്ക് ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ ഇതെടുത്ത് കൂട്ടാൻ പറ്റുമേ. കറിയാണെങ്കിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് അല്പം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കിടന്നൊന്ന് വെള്ളം ഒന്ന് വറ്റട്ടെ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഓൾറെഡി കുറച്ച് കറി ഇവിടെ എടുത്ത് കഴിച്ചു കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളതിനെ നമുക്ക് വരട്ടിയെടുക്കാം. ഇപ്പോൾ ഒരു പെരളനൊക്കെ ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ഈ ഒരു പരുവത്തിൽ കഴിക്കാൻ പറ്റുമേ. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവേ. ഞാനിവിടെ ഇതിനെ വീണ്ടും റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഡ്രൈ റോസ്റ്റല്ല ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. സൈഡിൽ പിടിച്ചിരിക്കുന്നതൊക്കെ തൂത്തിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും സൈഡിൽ ഇരിക്കുന്ന മസാലകളൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല ഡ്രൈ ആയിട്ട് വരണം, ഇത് നല്ല പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇനി ഇത് ഞാൻ നല്ലപോലെ ഒന്ന് വരട്ടി എടുത്തിട്ട് കാണിക്കാവേ. അപ്പം ദേ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. അതിൻ്റെ കറിവേപ്പില മാത്രം ഞാൻ ക്രിസ്പി ആയിട്ട് വറുത്തിട്ടുകൊണ്ടാണ് അതുവഴി കിടക്കുന്നത്. അല്ലെങ്കിൽ അതും ഇതിൻ്റെ ഒപ്പം പൊടിഞ്ഞു പോയേനെ. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ലതാണ്. ഇത് കുറേ ദിവസം കേടാകാതെ ഇരിക്കും കേട്ടോ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, വെളിയിലേക്കൊക്കെ പോണവർക്ക് ഇത് കൊടുത്തു വിടാൻ പറ്റും. കുറേ ദിവസത്തേക്ക് ഇരിക്കും. കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിട്ടാൽ മതി, കേടാവില്ല. അപ്പോൾ ഇതിൻ്റെ മീറ്റും ബോണും എല്ലാം കൂടെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ആ ബോൺ വേണമെങ്കിൽ ഇതിൽ നിന്ന് പെറുക്കി അങ്ങ് മാറ്റാം. ഇതുണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടല്ലോ പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം വെച്ചിട്ട് കഴിക്കുന്നതാണ്. ശരിക്കുള്ള മട്ടൻ്റെ ടേസ്റ്റ് അന്നേരമാണ് വരുന്നത്. അപ്പം ഞാൻ ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ചമ്മന്തിപ്പൊടിയാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്തെ ബോണെല്ലാം എടുത്തങ്ങ് മാറ്റുന്നുണ്ട്. മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടതല്ലേ, അതുകൊണ്ട്. നിങ്ങളാരെങ്കിലും മട്ടൺ വെച്ചിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതിന് പുളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ചമ്മന്തിപ്പൊടിയാക്കി മാറ്റിയാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഞാനിവിടെ സെപ്പറേറ്റ് ഒരു ഉള്ളിയിൽ കുറച്ച് ഉള്ളിയും 2 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാലും ഇത് കേടാകാതെ കുറേ ദിവസം ഇരിക്കും കേട്ടോ. നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ എന്ന് പറഞ്ഞ കൂട്ട്. ഇനിയിപ്പോൾ തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ തേങ്ങ ഒഴിവാക്കാവേ, ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറക്കുന്നൊപ്പം പുളിയും കൂടെ ഇട്ട് വറക്കാം. അപ്പോൾ ഞാനൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് എടുത്താൽ മതി പുളി. ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാവേ. തേങ്ങ നല്ല ബ്രൗൺ കളറാകുന്നിടം വരെ വറുത്തെടുക്കണേ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവേ. അതുപോലെ മീറ്റ് മസാല അല്പം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പൊടികളെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കണേ. ഈ ഉരുളിയുടെ ചൂട് കൊണ്ട് തന്നെ അത് ചൂടായി കിട്ടും. ഇനി ഇതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാവേ. മട്ടൺ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചൂട് തീരെ ഇല്ല എങ്കിൽ ഒന്നും കൂടെ ഒന്ന് തീ കത്തിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് ചൂട് വേണ്ട, നമുക്ക് പൊടിച്ചെടുക്കാനുള്ള, പിന്നീട് തണുപ്പിക്കേണ്ടി വരും. പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ തേങ്ങ എടുത്തപ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പം എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചൂടോടുകൂടി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഇടുന്നുണ്ട്. മട്ടൺ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം കൂടെ പറയണേ. ഇനിയിപ്പം നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ടങ്ങ് പൊടിച്ചെടുത്താൽ മതി. 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിനകത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. ഒരു 3-4 ദിവസം വരെ പുറത്തിരുന്നാൽ ഒരു കുഴപ്പമില്ല കേട്ടോ.
അത് കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 3 മാസം ഒരു കേടും കൂടാതെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മട്ടൺ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒപ്പം ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്